ഗാസയിലെ മനുഷ്യക്കുരുതി, പ്രത്യേകിച്ച് സ്ത്രീകളും കുഞ്ഞുങ്ങളും അടങ്ങുന്ന സംഘങ്ങളായി അവർ കൊല്ലപ്പെടുമ്പോൾ അത് ലോകം തന്നെ കണ്ട് വെറുങ്ങലിച്ച് നിൽക്കുന്നു. പക്ഷേ അതിനെതിരെ ശരിയായി പ്രതികരിക്കാനുള്ള കഴിവ് ഒരു രാജ്യങ്ങൾക്കും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ UK-യും അതുപോലെ തന്നെ ഫ്രാൻസും ഒക്കെ മുമ്പോട്ട് വന്നിട്ടുണ്ട്. പാലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് അംഗീകരിക്കുന്ന നടപടിയായിട്ട് അവർ അംഗീകരിച്ചു. അപ്പോൾ നെതന്യാഹു അതിനെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. അമേരിക്കയുടെ വമ്പിച്ച സപ്പോർട്ടാണ് നെതന്യാഹുവിനുള്ളത്, അതായത് ഡൊണാൾഡ് ട്രംപിൻ്റെ സപ്പോർട്ട്. അപ്പോൾ ഈ നെതന്യാഹു പറയുന്ന വർത്തമാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇനി നമുക്ക് ഒന്നും അതിനെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല. കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന സ്ഥലം അങ്ങ് വികസിപ്പിക്കാൻ പോവുകയാണ്. നെതന്യാഹുവിൻ്റെ ഉദ്ദേശം അതൊന്നുമല്ല, ഇസ്രായേലികളെ സംരക്ഷിക്കുന്നൊന്നുമല്ല, അയാളെ സ്വയം സംരക്ഷണാർത്ഥം ചെയ്യുന്ന ഇടപാടാണിത്. കാരണം അയാളെ അത്രത്തോളം അഴിമതി ആരോപണം ഒക്കെ നേരിടുന്ന ആളാണ്. ഇയാളിപ്പം ഈ അധികാര കസേരയിൽ നിന്ന് ഒഴിഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അയാൾ അറസ്റ്റ് ചെയ്യപ്പെടും, അയാളുടെ കുടുംബാംഗങ്ങളും അറസ്റ്റ് ചെയ്യപ്പെടും, അവർ തുറുങ്കിൽ അടയ്ക്കപ്പെടും. അതയാൾക്കറിയാം. അതുകൊണ്ട് ജനങ്ങളെ ഇങ്ങനെ മുൾമുനയിൽ നിർത്താൻ വേണ്ടി വലിയ കാര്യങ്ങൾ അയാൾ ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടി അവർ ചെയ്യുന്നത് ഈ പാവങ്ങളെ ഉണ്ടല്ലോ അവരെ കുരുതി കൊടുക്കുന്നതാണ്. ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയാണെങ്കിൽ അവരെ നേരിടണം, അതിന് വേണ്ടെന്നൊന്നും പറയുന്നില്ല. ഹമാസിനെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനും പറ്റുന്ന ഒന്നുമല്ല. ഹമാസിനെ കൊല്ലുക, അവരെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള ആശയത്തോടെ ആണ് ഗാസയിലെ കുരുതി നടത്തുന്നതെന്നാണ് പറയുന്നത്. ഗാസയും ഹമാസുമായിട്ടുള്ള ബന്ധം എന്തുവാണെന്ന് നമുക്കാർക്കും അറിഞ്ഞൂടാ. മാത്രമല്ല, ഈ പാവങ്ങളെ ബോംബിട്ട് കൊന്നാൽ അല്ലെങ്കിൽ അവരെ വെടിവെച്ച് കൊന്നാൽ ഈ ഹമാസിന് എന്ത് ചെയ്യാൻ പറ്റും? ഹമാസിനെ തിരഞ്ഞുപിടിച്ചു കൊല്ലുന്നെങ്കിൽ അത് ചെയ്തോട്ടെ. ഇപ്പം അതിന് പകരം എന്താണെന്നറിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ മാത്രമല്ല, യഥാർത്ഥത്തിൽ ഖത്തറിൽ, ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ് ഖത്തറിൽ അമേരിക്കയ്ക്ക് ഈ GCC കൺട്രികളിലുള്ള മധ്യപൂർവേഷ്യയിലുള്ള ഏറ്റവും വലിയ ബേസ് എന്ന് പറയുന്നത്, മിലിറ്ററി ബേസ് എന്ന് പറയുന്നത് ഖത്തറിലാണ്. അങ്ങനെ ഉള്ള സഹകരണം ഉണ്ടായിട്ട് പോലും ഖത്തറിലേക്ക് പോർവിമാനങ്ങളെ അയച്ച് അവിടെ ബോംബിട്ട് ഹമാസിൻ്റെ ഏതോ ഓഫീസോ ഏതാണ്ടൊക്കെ തകർക്കുകയോ ആരൊക്കെ ചെയ്തു. ഏതായാലും ഹമാസിൻ്റെ നേതാക്കൾ അവിടെ ചർച്ചയ്ക്ക് കൂടിയതാണ്. എന്ത് ചർച്ച? അതായത് UN-ഉം അമേരിക്കയൊക്കെ മുൻകഴി എടുത്ത് ഉള്ള മധ്യസ്ഥ ചർച്ചയാണ് അവിടെ നടക്കുന്നത്. ആ ചർച്ച, അതായത് ഇത് അവസാനിപ്പിക്കാൻ, ഈ കോൺഫ്ലിക്റ്റ് അവസാനിപ്പിക്കാനുള്ള ചർച്ച. ആ ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ ഹമാസിൻ്റെ നേതാക്കൾ എത്തുമെന്നും അപ്പോൾ അവരെ കൊല്ലാമെന്നും ആണ് ഇയാൾ വിചാരിക്കുന്നത്. ഏതായാലും ശരി, അത് ഒന്നും വിജയിച്ചില്ല എന്ന് മാത്രമല്ല, ഖത്തറിൻ്റെ പരമാധികാരത്തിൽ കയറി ഇടപെട്ടിട്ട് ആ രാജ്യത്തെ വരെ ആക്രമിക്കാനുള്ള തൻ്റെ ഇടം കാണിച്ച ആളാണ് നെതന്യാഹു എന്ന് പറയുന്ന ആൾ. അപ്പോൾ അതിനെ അമേരിക്ക പറഞ്ഞു അതറിഞ്ഞില്ല. ട്രംപ് പറയുന്നത് അറിയാൻ വൈകിപ്പോയി, അതുകൊണ്ട് ഇവരെ അറിയിക്കാനും പറ്റിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ശരി, ഒരു രാജ്യത്ത് കടന്നു കയറി ഇതേപോലുള്ള പരിപാടികൾ പോലും കാണിക്കാനുള്ള തൻ്റെ ഇടം ഇയാൾ കാണിക്കുകയാണ്. ഇതൊക്കെ ഈ കാണിക്കുന്നത് ഇയാളുടെ തൻ്റെ ഇടം ഇയാളുടെ സ്വന്തമൊന്നുമല്ല, ട്രംപിൻ്റെ തൻ്റെ ഇടമാണ് ഇയാൾ ഈ കാണിക്കുന്നത്. കാരണം ട്രംപിനെ നിർത്തിയിട്ട് അങ്ങോട്ട് നിർത്തിക്കൊണ്ട് ഇയാൾ നിഴലായിട്ട് വർക്ക് ചെയ്യുകയാണ് ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനെതിരെ GCC കൺട്രികളെല്ലാം, ഇസ്ലാമിക് രാഷ്ട്രങ്ങളെല്ലാം അവരൊത്തുകൂടി ഇതിനെതിരെ വളരെയധികം പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഇവർ ഈ ഒത്തുകൂടുന്നത് എന്താണെന്നറിയാമോ? അതായത് ഈ ലീഗ് കൂടി മന്തിയും കഴിച്ചിട്ട് ഇവർ പിരിയും. ഇതാണ് കാര്യം. അല്ലാതെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു തീരുമാനങ്ങളും ഇവരാരും എടുക്കുന്നില്ല. ഇവരിതിനെ അപലപിച്ച്, ഇത് മാത്രമല്ല, ഇതിനെതിരെ എല്ലാവരും കൂടെ ഒന്നിച്ച് നിന്ന് ഈ ഇസ്രായേലിനെതിരെ പൊരുതാനുള്ള ഒരു സാഹചര്യം വേണം. അപ്പോൾ അതിന് ഇറാനൊക്കെ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ എല്ലാം പല പ്രശ്നങ്ങളല്ലേ. ഇറാൻ അതിന് തയ്യാറാണ്, തുർക്കി ഇപ്പോൾ തയ്യാറായി വന്നിട്ടുണ്ട്. ഇതേപോലുള്ള രാജ്യങ്ങളുടെയൊക്കെ സഹായത്തോടെ ഈ നെതന്യാഹുവിനെ മര്യാദയ്ക്ക് നിർത്തണം.
അതാ വേണ്ടത്. മാത്രമല്ല ഈ പാവങ്ങളെ പിഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെ ഉണ്ടല്ലോ, ആഹാരത്തിന് വന്ന് കാത്തു നിൽക്കുന്ന കുഞ്ഞുങ്ങളെ, അവരെയാണ് ബോംബിട്ട് കൊല്ലുന്നതും അതുപോലെ വെടിവെച്ച് കൊല്ലുന്നതും. ഇപ്പോൾ എല്ലാം കൂടെ എത്ര എത്ര ആയിരങ്ങളെ കൊന്നൊടുക്കി കേട്ടോ. എന്നിട്ട് അവിടെ എല്ലാം അയാളങ്ങ് ശരിയാക്കി എടുക്കുക പറഞ്ഞേക്കുന്നത് മുഴുവൻ കേട്ടോ. ഗാസ എന്ന് പറയുന്ന ഒരു സ്ഥലം ഇനി ഉണ്ടാകത്തില്ല. ശരിയാ, അവിടെ കെട്ടിടം എല്ലാം ഇടിച്ച് നിരത്തി, ഒന്നുമില്ല, വൈദ്യസഹായം കിട്ടാൻ ഒരു മാർഗമില്ലാതെ കുഞ്ഞുങ്ങൾ മരിക്കുന്നു, സ്ത്രീകൾ അവർ ഒന്നുമില്ലാതെ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ നടക്കുകയാണ്, ആഹാരമില്ല, പട്ടിണി കിടക്കുകയാണ്, വെള്ളമില്ല കുടിക്കാൻ. ഈ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഇത് കണ്ടിട്ടും ഈ ലോകരാജ്യങ്ങൾ എന്തേ ഇതിനെതിരെ പ്രതികരിക്കാത്തത് എന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. ഹമാസിനെതിരെ പ്രതികരിച്ചോളൂ, വേണ്ട എന്നില്ല, ഹമാസ് വേണ്ട. പക്ഷേ ഈ പലസ്തീനിലെ ജനങ്ങൾ മനുഷ്യരല്ലേ, അവരുടെ രാജ്യത്തു നിന്നാണ് അവരെ ഇതുപോലെ അടിച്ചിറക്കി വിടുന്നത്. അവർക്ക് വേറെ എങ്ങും പോകാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അവരാരും കയറ്റുന്നില്ല. എങ്ങും പണ്ട് ജൂതന്മാർക്കുണ്ടായ കാര്യം തന്നെയാണ് ഇവർക്ക് ഇത് തന്നെ. ഈ ജൂതന്മാർ ഇതുപോലെ കെട്ടും പറക്കി ഇങ്ങനെ നടന്നിട്ടാണ് അവസാനം ഇവർ വിളിച്ച് തലം കൊടുത്തത്. അതാണ് പ്രശ്നം. 1948 ഇങ്ങനൊരു രാജ്യം പിറന്നു. പറഞ്ഞപ്പോൾ അന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞത് എത്രയോ വലിയൊരു കാര്യമാണെന്നറിയോ? നെഹ്റു പറഞ്ഞത് ലോകത്ത് ഒരു നരകം രൂപം കൊണ്ടിരിക്കുന്നതാണ്. ശരിയല്ലേ? എന്തുമാത്രം പ്രശ്നങ്ങളാണ് ഈ നേതന്യാഹുവിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാകുന്നത്. നേതന്യാഹു അയാളുടെ സ്ഥാനം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ പണി. അപ്പോൾ അതിന് ഓരോന്നും പുതിയത് കണ്ടുപിടിക്കും. ഹമാസ് എവിടെ ആയാലും ആക്രമിക്കുമെന്നാണ് അയാൾ പറഞ്ഞത്. എന്ന് വെച്ചാൽ ഖത്തറിലുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഖത്തറിൽ അവർക്ക് ആസ്ഥാനമുണ്ട്. ശരിയാണ്, അത് അവരുടെ ആ രാജ്യത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ ആ ഖത്തറിനെ അന്നേരം ഇനി മുറയ്ക്ക് ആക്രമിക്കുമെന്നാണോ ഇയാൾ പറയുന്നത്? അപ്പോൾ എവിടെ ഉണ്ടായാലും ചെയ്യുന്നു. ഇതെന്ത് ലോക പോലീസാണോ ഇയാൾ? അപ്പോൾ ഈ രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ കഷ്ടമാണ്. ഈ പാവങ്ങൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കാൻ ആരുമില്ല യഥാർത്ഥത്തിൽ. ഇത് കാണുമ്പോൾ വളരെ സങ്കടമാണ്. അപ്പോൾ ഞാനിപ്പോൾ യഥാർത്ഥത്തിൽ ഇത് അങ്ങോട്ട് മീഡിയയിൽ ഇത് കാണുമ്പോൾ ഞാനങ്ങ് മാറ്റി നോക്കാറ് പോലുമില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലാതെ വേറെ യാതൊരു മാർഗവുമില്ല നമ്മുടെ ആരുടെയും മുന്നിൽ. കാരണം എന്താണെന്നറിയാം, ലോകരാജ്യങ്ങൾ പോലും ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യമായ രീതിയിൽ. പിന്നെ UN ഇടയ്ക്ക് ഇതെല്ലാം പറഞ്ഞാൽ ഇസ്രായേലിന് പുല്ലുവിലയാണത്. ഇപ്പോൾ ട്രംപ് പറഞ്ഞു UN പ്രസക്തി നഷ്ടപ്പെട്ടെന്ന്. കാരണം അയാളാണ് ഇനി അമേരിക്കയാണ് ഈ ലോകത്തെ നയിക്കേണ്ടത്. അത് ബാക്കി ആരോടുകൂടെ തീരുമാനിക്കണമല്ലോ ആര് നയിക്കണമെന്നുള്ളത്. നയിക്കണം. പിന്നെ ഞാൻ 7 മാസങ്ങൾ കൊണ്ട് 7 യുദ്ധങ്ങളാണ് അവസാനിപ്പിച്ചത് കേട്ടോ. വലിയ കാര്യമാണ് ചെയ്തു വെച്ചേക്കുന്നത്. അതിനകത്ത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പോലും വരും. ഇപ്പം ഇത് നമ്മുടെ വിദേശ കാര്യവകുപ്പൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ ട്രംപിൻ്റെ ഇടപെടൽ മൂലമൊന്നുമല്ല ഈ യുദ്ധം തീർത്തത് എന്ന് പറയുന്നു. പക്ഷേ പിന്നാമ്പുറങ്ങളിലും അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ വാചകങ്ങളിലും കാണുന്ന എന്താ, വീണ്ടും പറയുന്നത് അയാളാണ് ഇത് തീർത്ത് വരട്ടിയെന്ന്. അങ്ങനെയാണ് ഇത് തീർത്തേക്കുന്നതെന്ന്. അയാൾ നാണമില്ലായിരിക്കും. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി മൗനം വെടിഞ്ഞിട്ട് ഒന്ന് വിളിച്ച് പറയണ്ടേ, ഇയാളൊന്നും മിണ്ടിയിട്ടില്ല, ഇയാൾ പറഞ്ഞ് ഞങ്ങൾ അനുസരിക്കാനും പോകുന്നില്ല എന്ന് പറയണ്ടേ? ഇന്ത്യ എന്തിനാ അനുസരിക്കണം അമേരിക്കൻ പ്രസിഡന്റിനെ? അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണികളെന്ന് പറഞ്ഞാൽ ഇന്ത്യയെ കുളം തോണ്ടാനുള്ള എല്ലാ മാർഗങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ രീതിയിൽ വീണ്ടും പറയുന്നത്. എന്നിട്ട് അയാൾക്ക് വേണ്ട എന്താണ്? അയാൾക്ക് നോബൽ സമ്മാനം വേണം. നോബൽ സമ്മാനത്തിന് എന്തുകൊണ്ടും അർഹൻ ഞാനാണെന്ന് ആദ്യമായിട്ടാണ് ഇതുപോലെ നോബൽ സമ്മാനത്തിന് വേണ്ടി, അതായത് പീസിൻ്റെ സമാധാനത്തിൻ്റെ നോബൽ സമ്മാനത്തിന് വേണ്ടി ഒരാൾ അയാൾ അർഹനാണെന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഇന്ന് വരെ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. കാരണം ഇത് കൊള്ളാവുന്ന ആർക്കൊക്കെ കൊടുക്കുന്ന കാര്യമാണ്. അത് ഇയാൾക്ക് വേണം. അതിന് ചെയ്തേക്കുന്നത് എന്താണ്? അയാൾ നേരെ പാകിസ്ഥാനെ കൊണ്ട് ആദ്യം പറയിപ്പിച്ചു. ട്രംപിനാണ് വലിയ അർഹത നോബൽ സമ്മാനത്തിന് നോബൽ സമ്മാനം കൊടുക്കണം. കൊള്ളാം. ഇത്രയും പാവങ്ങളെ ഉണ്ടല്ലോ ഈ പലസ്തീനുകളെ കൊല്ലിക്കുന്ന ട്രംപിന് തന്നെ അത് കൊടുക്കണം, എന്നാലേ നടക്കുള്ളൂ. അതാണ് ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകരാജ്യങ്ങൾ ഇടപെടേണ്ട സമയം കഴിഞ്ഞു. യഥാർത്ഥത്തിൽ പലസ്തീനെ അംഗീകരിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, അങ്ങനെ ഒരു രാജ്യം അവിടെ കാണണം. ഉണ്ടായിരുന്നല്ലോ, 2 സ്വതന്ത്ര രാജ്യങ്ങളാണ് വേണ്ടത്. ഇസ്രായേൽ വേണം, പലസ്തീനും വേണം. ഈ തമ്മിലുള്ള അടി വേണ്ട. അവിടെ ഹമാസും ഒന്നും വേണ്ട. പലസ്തീൻ
ഒരു ഇൻഡിപെൻഡൻ്റ് രാജ്യമായിട്ട് മാറി നല്ല രീതി അവിടെ ഇലക്ഷൻ നടന്ന് അവിടെ അവരെ ഭരിക്കാനുള്ള നല്ല നേതൃത്വം വരണം. അല്ലാതെ ഈ പോരാളികളായിട്ടുള്ള ഹമാസോ അതൊന്നും അല്ല അവരെ നയിക്കാൻ വേണ്ടത്.